എല്ലാം വിനീതമായ നമസ്കാരം. നാം ഈ ലോകത്തിൽ എന്തു തന്നെ ചെയ്താലും അതെല്ലാം ഈശ്വരപ്രീതിക്കായി ഭവിക്കണമെങ്കിൽ ഫലേച്ഛ കൂടാതെ കർത്തൃത്വബുദ്ധിയില്ലാതെ ചെയ്തിരിക്കണം. ഫലേച്ഛയും കർത്തൃത്വബുദ്ധിയും ഇല്ലാതെ ചെയ്യുന്ന കർമ്മം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ കർമ്മത്തിനാണ് യജ്ഞം എന്ന് പറയുന്നത്. യാതൊരു പ്രവൃത്തി കൊണ്ടാണോ ഈശ്വരന് സംതൃപ്തി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈശ്വരപ്രീതി ഉണ്ടാകുന്നത്, ആ കർമ്മം ആണ് യജ്ഞം. അതിനാൽ നാം ഏത് കർമ്മവും നമുക്ക് യജ്ഞമാക്കി മാറ്റാം. നാം ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം യജ്ഞമാക്കി മാറ്റണമെങ്കിൽ നാം ആ കർമ്മത്തിൻ്റെ ഫലത്തിൽ ഇച്ഛയും കർത്തൃത്വബുദ്ധിയും ഇല്ലാതിരിക്കണം. ഞാനാണ് ചെയ്യുന്നത് എന്ന ബോധം, ഇന്ന കർമ്മം ചെയ്താൽ ഇന്നത് കിട്ടണം എന്ന മനോഭാവം, ഇത് രണ്ടും പോയാൽ ആ കർമ്മം ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് യജ്ഞമായി ഭവിക്കുന്നതാണ്. അതിനാൽ നമ്മോട് മഹത്തുക്കൾ പറഞ്ഞു തരുന്നു, ത്യാഗോജ്വലം കർമ്മമെങ്ങും പുണ്യദേവതീർത്ഥം പോലെ വന്യം, സ്വാർത്ഥകർമ്മം വിഷമാലിന്യമേറുന്നു രോടനീരെന്ന പോൽ നിന്യം. എത്ര ഭംഗിയായിട്ടാണ് ഈ ഫലേച്ഛയോടുകൂടിയുള്ള കർമ്മം ചെയ്യുന്നതും ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്ന കർമ്മത്തിൻ്റെയും വ്യത്യാസത്തെ രണ്ടുദാഹരണങ്ങളിൽ കൂടി വ്യക്തമാക്കി തരികയാണ്. ത്യാഗോജ്വലം കർമ്മമെങ്ങും, തൻ്റെ കർത്തൃത്വബുദ്ധിയും ഞാനാണ് ചെയ്യുന്നതെന്ന ഭാവവും ഫലേച്ഛയും കൂടാതെ ചെയ്യുന്ന കർമ്മ ത്യാഗോജ്വലമാണ്, ഉജ്ജ്വലമായ ത്യാഗത്തോടു കൂടിയതാണ്. ത്യാഗോജ്വല കർമ്മമെങ്ങും, ത്യാഗോജ്വലമായിട്ടുള്ള കർമ്മം എവിടെയും എന്തും പുണ്യദേവതീർത്ഥം പോലെ വന്യം. അത് പുണ്യപ്രദമാണ്, ദേവതീർത്ഥം പോലെ വന്യമാണ്. ദേവതീർത്ഥം എന്നാൽ ഗംഗാജലം തീർത്ഥമായിട്ടാണ് കാണുന്നത്. അതിനെ എല്ലാവരും കുളിക്കുകയും വന്ദിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. ദേവതീർത്ഥം പോലെ വന്യമാണ് ത്യാഗോജ്വലമാകുന്ന കർമ്മം. ഫലേച്ഛ കൂടാതെയുള്ള കർമ്മം ദേവതീർത്ഥം പോലെ വന്ധ്യമാണ്. എന്നാൽ സ്വാർത്ഥകർമ്മം വിഷമാലിന്യമേറുന്നു രോടനീരെന്ന പോൽ നിന്യം. എന്നാൽ സ്വാർത്ഥകർമ്മമാകട്ടെ തൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക, അത് ഫലത്തിൽ ഇച്ഛിച്ചിട്ട്, അതാണ് തൻ്റെ കാര്യം ഫലം കിട്ടണം എന്നത്. സ്വാർത്ഥത എന്നാൽ എൻ്റെ ആ നേട്ടം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുന്ന കർമ്മം, അതാണ് സ്വാർത്ഥകർമ്മം. വിഷമാലിന്യമേറുന്നോർ, സ്വാർത്ഥമായ കർമ്മം ഏതുപോലെയാണ്? ഓടനീര് പോലെ നിന്യമാണ്. എന്താണ് ഓടനീര്? ഓടനീരെന്നാൽ അഴുക്ക് ചാലിലെ വെള്ളം. ഈ നാട്ടിലെ എല്ലാ അഴുക്കുകളെയും തിരിച്ചു വിട്ട് കക്കൂസിലെയും അതുപോലെ ശൗചാലയങ്ങളിലെയും എല്ലാം വൃത്തികേടുകൾ ഒഴുകുന്ന ആ ഒഴുക്ക് ചാലിനാണ്, ആ അഴുക്ക് ചാലിനാണ് ഇവിടെ ഓടനീരെന്ന് പറയുന്നത്. ഓടനീര് പോലെ നിന്യമാണ് സ്വാർത്ഥകർമ്മം. നിസ്വാർത്ഥകർമ്മമോ, ഫലേച്ഛ കൂടാതെ കർത്തൃത്വബുദ്ധി ഇല്ലാതെ ചെയ്യുന്ന കർമ്മമോ, കർമ്മം ഒന്നാണ്, പക്ഷേ ഭാവനയാണ് മാറുന്നത്. നിസ്വാർത്ഥമായി കർത്തൃത്വബുദ്ധി കൂടാതെ ഫലേച്ഛ കൂടാതെ ചെയ്യുന്നത് ദേവതീർത്ഥം പോലെ വന്ധ്യവും. സ്വാർത്ഥകർമ്മമാകട്ടെ, കർമ്മമാണതും, തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ നേട്ടം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന സ്വാർത്ഥകർമ്മം ഓടനീര് പോലെ നിന്യമാണ്. അതൊന്നിനും കൊള്ളരുതാത്ത വെള്ളമാണ് ഓടനീര്. അഴുക്കുകൾ മുഴുവൻ ഒഴുകുന്ന ആ അഴുക്ക് ചാലാണ്
ഓടനീര് എന്ന് പറയുന്നത്. സ്വാർത്ഥകർമ്മം ഓടനീര് പോലെ നിന്ദ്യവും, നിസ്വാർത്ഥകർമ്മം ത്യാഗോജ്വലമായിരിക്കുന്ന കർമ്മം ദേവതീർത്ഥം പോലെ വന്ധ്യവുമാണ്. നിന്ദ്യവും വന്ധ്യവുമാക്കി തീർക്കുന്നത് ആ കർമ്മത്തിലുള്ള നമ്മുടെ മനോഭാവമാണ്. ഏത് കർമ്മമാണെങ്കിലും ഫലേച്ഛയും കർത്തൃത്വ ബുദ്ധിയും ഇല്ലാതെ ചെയ്താൽ അത് ദേവതീർത്ഥം പോലെ വന്ധ്യവും. ഞാനാണ് ചെയ്യുന്നതെന്ന അഹം ബോധത്തോടുകൂടി ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം ഓടനീര് പോലെ വൃത്തികെട്ടതാണ്, നിന്ദ്യമാണ്. അതിൻ്റെ അരികിലേക്ക് തന്നെ ആരും പോകുകയില്ല. ഇതാണ് സ്വാർത്ഥകർമ്മവും നിസ്വാർത്ഥകർമ്മവും തമ്മിലുള്ള വ്യത്യാസം. ദേവതീർത്ഥം പോലെയും ഓടനീര് പോലെയും ഒന്ന് പരിശുദ്ധമായത്, മറ്റേത് അഴുക്കുചാലും ആണ്. ഇത് രണ്ടും എത്ര ആ ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ത്യാഗോജ്വലം കർമ്മമെങ്ങും പുണ്യദേവതീർത്ഥം പോലെ വന്ധ്യം, സ്വാർത്ഥകർമ്മം വിഷമാലിന്യമേറുന്നു രോടനീരെന്ന പോൽ നിന്യം. ഈ സുഭാഷിത രത്നം നമ്മൾ നിരന്തരം മനനം ചെയ്ത് ഇത് ഒരിക്കലും മറക്കാതെ നമ്മുടെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. ഏതൊരു കർമ്മവും നമ്മെ ഉയർത്താൻ പറ്റുന്നവയായിരിക്കണം. ഒരിക്കലും ഈ ലോകഭോഗ വസ്തുക്കളുമായി ബന്ധിക്കാൻ വരരുത്. അതായത് സ്വാർത്ഥകർമ്മം നമ്മെ ഭോഗങ്ങളുമായി ബന്ധിക്കുകയും വീണ്ടും വീണ്ടും ജനന മരണാദികൾക്കും ക്ലേശങ്ങൾക്കും കാരണമായി ഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിസ്വാർത്ഥമായ പുണ്യകർമ്മങ്ങളാവട്ടെ നമ്മെ ബന്ധിപ്പിക്കുകയല്ല, മോചിപ്പിക്കുകയും നമ്മെ ഉത്കൃഷ്ടമായ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്നതാണ്. അപ്രകാരം നമ്മെ താഴ്ത്തുന്നതും നമ്മെ ഉയർത്തുന്നതും നാം ചെയ്യുന്ന കർമ്മമാണ്. ഒരേ കർമ്മം തന്നെ സ്വാർത്ഥമായും നിസ്വാർത്ഥമായും നമുക്ക് ചെയ്യാം. നിസ്വാർത്ഥമായി ചെയ്താൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുകയും ഈശ്വരനിലേക്ക് നമ്മെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സ്വാർത്ഥ ലാഭത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഓടനീര് പോലെ വിഷമാലിന്യം ഒഴുകുന്ന ഒന്നായി ഭവിക്കുന്നതുമാണ്. അതിനാൽ ഏത് വേണമെന്ന് ഏത് വേണ്ട എന്ന് നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കർമ്മം എന്ത് തന്നെയായാലും അത് രണ്ട് ഭാവത്തിൽ ചെയ്യാം. ഒന്ന് സ്വാർത്ഥമായും മറ്റേത് നിസ്വാർത്ഥമായും. നിസ്വാർത്ഥകർമ്മം നമ്മെ ഉദ്ധരിക്കും, സ്വാർത്ഥകർമ്മം നമ്മെ ബന്ധിപ്പിക്കുകയും ശോകത്തിൽ ആഴ്ത്തുകയും ചെയ്യും.